إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم والذين آمنوا واتبعتهم ذريتهم بإيمان ألحقنا بهم ذريتهم وما ألتناهم من عملهم من شيء كل امرئ بما كسب رهين رب اشرح لي صدري ويسر لي أمري വഹ്ലൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹ സമ്പന്നരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ റഹ്മാനായ റബ്ബിന്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി ശ്രദ്ധിച്ചും പാലിച്ചും തഖ്വയിൽ അധിഷ്ഠിതമായി മുറുകെ പിടിച്ചും മുന്നോട്ട് പോകണമെന്ന് ആമുഖമായും ആത്മാർത്ഥമായും സൂചിപ്പിക്കുകയാണ്. റഹ്മാനായ റബ്ബ് അതിനുള്ള അപാരമായ തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, വിദ്യാലയങ്ങളെല്ലാം അടച്ച് വീണ്ടും ഒരു വേനലവധിയിലേക്ക് പ്രവേശിച്ച ഒരു സന്ദർഭത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. രക്ഷിതാക്കൾ പൊതുവെ അസ്വസ്ഥരാകുന്ന ഒരു സമയമായിരിക്കാം ഒരു പക്ഷേ ഇത്. ചില ആളുകളെങ്കിലും എത്രയും വേഗം ഒന്ന് സ്കൂൾ തുറന്നു കിട്ടിയാൽ മതി എന്ന് വരെ ചിന്തിക്കുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. യഥാർത്ഥത്തിൽ അവധി സമയം അല്ലെങ്കിൽ ഒഴിവ് സമയം എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയൊരു നിഅ്മത്താണ് എന്നാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നിഅ്മതാനി മഗ്ബൂനും ഫീഹിമാ കസീറുൻ മിനന്നാസ് അസിഹ്ഹത്തു വൽ ഫറാഹ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ രണ്ട് അനുഗ്രഹങ്ങളുണ്ട്. ആ രണ്ട് അനുഗ്രഹങ്ങള് പക്ഷേ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും അതിൽ വഞ്ചിതരാവുകയാണ് പതിവ് എന്നാണ്. ഏതാണ് അനുഗ്രഹം? ഒന്ന് ആരോഗ്യമാണ്, രണ്ട് ഒഴിവ് സമയമാണ്. എന്താണ് ഒഴിവ് സമയം എന്നൊരു അനുഗ്രഹം കിട്ടിയിട്ടും ആളുകൾ അതിൽ വഞ്ചിക്കപ്പെടുന്നു എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനുള്ള കാരണം രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഒരു ഒഴിവ് സമയം കിട്ടുമ്പോൾ സ്വാഭാവികമായിക്കൊണ്ടും അതിൽ പതിഞ്ഞിരിക്കുന്ന കുറച്ച് അപകടങ്ങളുണ്ട്. ആ അപകടങ്ങളെക്കുറിച്ച് കൃത്യമായി ധാരണയില്ലാതെ അതിൽ പോയി പെടുമ്പോഴാണ്. രണ്ടാമത്തെ കാര്യം, ഒഴിവ് സമയം നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താതെ നല്ലൊരു പ്ലാനിങ്ങോടുകൂടെ, നല്ലൊരു പദ്ധതിയോടുകൂടെ അതിനെ സമീപിക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായിക്കൊണ്ടും അത് നമുക്ക് നഷ്ടമായിരിക്കും സംഭവിക്കുക എന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വലിയൊരു സമയം,
ഏറ്റവും നന്നായിക്കൊണ്ട് ചില ഉത്തരവാദിത്വ നിർവഹണ രംഗത്ത് നമുക്ക് ഏറ്റവും നന്നായിക്കൊണ്ട് ഉപയോഗപ്പെടുത്താനുള്ള സമയമായിക്കൊണ്ട് നമ്മൾ ഇതിനെ കാണാൻ കഴിയണം. കാരണം എന്റെ മുമ്പിലിരിക്കുന്ന അനേകം വരുന്ന രക്ഷിതാക്കൾ നമ്മളോട് റഹ്മാനായ റബ്ബ് പറയുന്ന വല്ലാത്തൊരു വർത്താനുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. എന്താ അല്ലാഹു പറഞ്ഞ നമ്മളോട്? നിങ്ങളെ തടിനെ നരകത്തിന് കാത്തോളിന്ന് മാത്രമല്ല, നിങ്ങളെ കുടുംബത്തെ കൂടെ കത്തിച്ചൊലിക്കുന്ന നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തുക എന്ന വലിയൊരു ഉത്തരവാദിത്തം ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ്. ഈ ആയത്തിന് വിശദീകരിക്കുന്നിടത്ത് മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അല്ലിമൂഹും വഅദ്ദിബൂഹും. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് അള്ളാന്റെ ദീന് പഠിപ്പിച്ചു കൊടുക്കണമെന്നാണ്. അവർക്ക് നിങ്ങൾ അള്ളാഹുവിന്റെ അദബ് പഠിപ്പിച്ചു കൊടുക്കണമെന്നാണ്. മഹാനായ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, മുറൂഹും ബിത്വാഅത്തില്ലാഹ് വഅല്ലിമൂഹുൽ ഖൈറ. നിങ്ങൾ കുടുംബത്തെ കൊണ്ട് നല്ല കാര്യങ്ങൾ കൽപ്പിച്ചു കൊടുക്കണമെന്നാണ്. അവർക്ക് ഖൈറായ കാര്യങ്ങൾ ചെയ്യാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും നിങ്ങൾ ഒരുക്കി കൊടുക്കണമെന്നാണ്. സഹോദരങ്ങളെ, എങ്കിൽ ഈ ആയത്തിൽ പറഞ്ഞതുപോലെ നമ്മളെ കുടുംബത്തെ ഒന്ന് ചേർത്ത് പിടിക്കാനും നമ്മുടെ വളർന്നു വരുന്ന മക്കളെ ഏറ്റവും നന്മയിലേക്ക് നയിക്കുവാനും കഴിയുന്ന വല്ലാത്തൊരവസരമായിക്കൊണ്ട് ഈ സാഹചര്യത്തെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം. ഒരു പക്ഷേ മക്കൾ സ്കൂളിൽ പോകുന്ന കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാതൊന്നും ഒരു പക്ഷെ നമുക്ക് അവരെ കിട്ടിക്കൊള്ളുന്നുണ്ടാവില്ല. രാവിലെ പോയി കഴിഞ്ഞാൽ ഒരു ദിവസത്തിലെ സിംഹഭാഗവും അവർ വിദ്യാലയങ്ങളിലാണ് ചെലവഴിക്കുന്നത്. പിന്നെ അവർ വളരെ കുറച്ച് സമയം മാത്രമാണ് നമ്മുടെ കൈകളിൽ കിട്ടുന്നത്. പക്ഷെ ഇപ്പൊ A to Z 24 മണിക്കൂറും അവരെ നമ്മുടെ കൈകളിൽ കിട്ടുകയാണ്. നമ്മുടെ കൈകൾ എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തമുള്ള കൈകളാണ്. ഈ കൈകളിൽ ആ മക്കളെ തന്നത് റഹ്മാനായ റബ്ബാണ്. തരുമ്പോ നമ്മളോട് പറഞ്ഞത് ഇന്നിന്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു സമയത്തെ നമ്മളിൽ റഹ്മാനായ റബ്ബ് നമ്മുടെ മക്കളുടെ വിഷയത്തിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തെ ഏറ്റവും നന്നായി കൊണ്ട് ഉപയോഗപ്പെടുത്താൻ കഴിയണം. പലപ്പോഴും വെക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെക്കേഷൻ സ്കൂളൊക്കെ പൂട്ടിയാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ പൊതുവെ ശ്രദ്ധിക്കുന്നത് എന്താണ്? ഇനി കുറച്ച് വിരുന്ന് പോകാലോ, ഇനി കുറച്ച് കറങ്ങാൻ പോകാലോ, ഇനി കുറച്ച് ജോളിയായി നടക്കാലോ, ഇനി ഫുൾ എൻജോയ്മെന്റ് ആണ്, ഫുള്ള് ആ നിലക്ക് മാത്രം ശ്രദ്ധിക്കുന്ന ആളുകളുണ്ട്. വിരുന്ന് പോകണ്ട എന്നോ എൻജോയ്മെന്റ് വേണ്ട എന്നോ ഒന്നുമല്ല ഈ പറയുന്നത്. അതെല്ലാം വേണം, പക്ഷെ അത് മാത്രം പോരാ. അതെല്ലാം വേണം, പക്ഷെ അത് മാത്രം പോരാ. ചില ആളുകൾ അതിൽ മാത്രം പരിമിതപ്പെടുന്ന സാഹചര്യമുണ്ട്. സഹോദരങ്ങളെ, വിശ്വാസികളെ, നമ്മുടെ ഓരോ സമയവും, നമ്മുടെ മുൻപിലേക്ക് ഇട്ടുതരുന്ന ഓരോ സമയവും അത് ഏറ്റവും നന്നായി എങ്ങനെ എനിക്ക് പരലോകത്തേക്ക് ഉപകാരപ്പെടുന്ന വിധത്തിൽ ഉപയോഗപ്പെടുത്താമെന്ന് ചിന്തിക്കാൻ കഴിയണം നമുക്ക്. ദുനിയാവ് നമ്മൾ മറക്കണ്ട, പക്ഷെ പരലോകം ഒരിക്കലും മറക്കാൻ പാടില്ല. ദുനിയാവിന്റെ സുഖങ്ങളും ആനന്ദങ്ങളും ഒക്കെ നമുക്ക് അനുഭവിക്കാം, പക്ഷേ പരലോകം മറന്നിട്ടുള്ള ഒരു കളി അത് കളിക്കാൻ പാടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ സമയം അതിനുവേണ്ടി ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണമെന്നാണ്. ശരി, അപ്പൊ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഒന്ന്, ഈ സമയത്ത് ഒരു ഒഴിവ് സമയം കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ചില അപകടങ്ങളുണ്ട്. ആ അപകടത്തിൽ നിന്നും നമ്മുടെ മക്കൾ രക്ഷപ്പെടണം. ഇപ്പൊ സാധാരണഗതിയിൽ നമുക്കൊരു ഒഴിവ് സമയം കിട്ടി നമ്മൾ എന്താ ചെയ്യാ? പൊതുവെ ആളുകൾ എന്ത് ചെയ്യും? ഒരു 5 മിനിറ്റ് ഒഴിവ് കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കയ്യ് മൊബൈലിൽ കണ്ട് പോകും, പിന്നെ ഡാറ്റ ഓൺ ആക്കും, പിന്നെ സോഷ്യൽ മീഡിയ എന്ന വലിയ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ ഇറങ്ങും. അതാ സാധാരണ ചെയ്യാറുള്ളത് അല്ലേ സഹോദരങ്ങളെ? എട്ടും പൊട്ടും തിരിയാത്ത, പക്വതയില്ലാത്ത കാര്യങ്ങളെ കൃത്യമായി കൊണ്ട് വിശദീകരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന നമ്മൾ പോലും പലപ്പോഴും സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗ കാരണത്താൽ കൈവിട്ടു പോകുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പൊ അത് നമ്മുടെ മക്കൾക്ക് കിട്ടിയാലോ വലിയ തിരിച്ചടികൾ ഉണ്ടാകുന്നുള്ളത് വല്ലാത്തൊരു സത്യമാണ് അല്ലേ? നമ്മുടെ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ, മക്കളെ നന്നായി ബാധിക്കുന്ന കേസാണ്, നന്നായി ബാധിക്കുന്ന കേസാണ്. നമ്മുടെ മക്കളെ നമ്മളിൽ നിന്നും തട്ടിയെടുക്കാൻ അവിടെ അജണ്ടകൾ രൂപപ്പെട്ടിട്ടുണ്ട്. മക്കളെ വളർത്തുന്നത് പലപ്പോഴും ആ നിലക്കുള്ള ആളുകളാണ്. നമ്മൾ പ്രസവിച്ചാലിടുന്നുള്ളൂ, ആ മക്കളെ വളർത്തുന്നത് പലപ്പോഴും ഇന്ന് ആധുനിക മക്കളെ വളർത്തുന്നത് നമ്മളല്ല. പലപ്പോഴും ആ പിടുത്തത്തിൽ നിന്നും നമ്മുടെ മക്കളെ രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിയണം. മതനിരാശങ്ങളിലേക്ക് പോകുന്ന മക്കളുണ്ട്. എന്തിനാപ്പോ മതം, എന്തിനാപ്പോ കുറെ പരലോകം, അതിനൊന്നും കാര്യമില്ലാന്ന് എന്ന് മുളയിലേ ചിന്തിക്കുന്ന മക്കളുണ്ട്. അങ്ങനത്തെ ഒരു കുട്ടിന്റെ വാപ്പിമ്മിന്നുണ്ടായിട്ട് എന്താ സുഹൃത്തുക്കൾ നമുക്ക് കാര്യം അല്ലേ? നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തിയെന്നൊക്കെ നമ്മൾ പറയാ. വളർന്നു വന്നപ്പോ
മതം തന്നെ വേണ്ട, അള്ളാഹ് തന്നെ വേണ്ട, അതിന്റെ ഒന്നും ഒരു സ്കോപ്പില്ല, അതിന് വലിയ കഥല്ല എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് മക്കൾ പോയത് എങ്ങനെയാണ്? നമ്മുടെ വീട്ടുപടികളിൽ ഉണ്ടായിരുന്ന, നമ്മുടെ വീടകങ്ങളിൽ ഉണ്ടായിരുന്ന മക്കൾക്ക് എങ്ങനെയാണ് ഈ ദുഷിച്ച കാഴ്ചപ്പാടുകൾ കിട്ടിയത്? അറിയുക, അത് അവരുടെ കരങ്ങളിലുള്ള സോഷ്യൽ മീഡിയയിലുള്ള ഉപയോഗം കൊണ്ടാണ്. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ അതിന് ശരിക്കും നമ്മൾ നിയന്ത്രിക്കണമെന്ന് പറഞ്ഞത് അല്ലെ. സൈബർ തട്ടിപ്പുകൾക്ക് മക്കൾ വിധേയമാകാം. ലൈംഗിക ചുവയുള്ള കണ്ടന്റുകൾ അത് ഇങ്ങനെ വാരി വിതറപ്പെട്ടുകയാണ്. നമ്മുടെ മക്കൾക്ക് ആ നിലക്കുള്ള ചിന്താ വൈകല്യങ്ങളെല്ലാം ചെറുപ്പം മുതൽ തന്നെ രൂപപ്പെട്ടു വരാൻ മാത്രമുള്ള അവര് വേറൊരു ദിശയിലേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാവിധ ട്രാപ്പുകളും സോഷ്യൽ മീഡിയകളിലുണ്ട് അല്ലെ. അതേപോലെ തന്നെ സുഹൃത്തുക്കളെ, അക്രമവാസന വളർത്തുന്ന ഗെയിമുകൾ. ഒരാളിങ്ങനെ ഇരിക്കുമ്പോ അതിന് വെടിവെക്കുക, അതിനെ കൊല്ലുക, അതിനെ വെട്ടുക, അതിനെ നികത്തുക, തന്റെ മുമ്പിൽ ഒരു തടസ്സമായി നിൽക്കുന്നതിന് എല്ലാം എന്തു വില കൊടുത്തും ഇല്ലായ്മ ചെയ്യുക എന്നൊരു ട്രെൻഡിലേക്ക് കുട്ടികൾ പോകാണ്. ആ റേഞ്ച് അവൻ റോട്ടും ഇറങ്ങിയാലും ഉണ്ടാകും. ആ ഒരു തീം അവൻ ജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോഴുണ്ടാകും. താൻ മുമ്പിൽ കണ്ടൊരു ലക്ഷ്യം നേടാൻ തന്റെ ചോരയാണോ എതിര്, ആ ചോരയെ ഭാവിയിൽ അവൻ വെട്ടിയില്ലാതാക്കാനും അവന്റെ മനസ്സുറക്കും. പക്കാ ക്രിമിനലുകളായി നമ്മുടെ മക്കൾ വളരും. അതിനുള്ള എല്ലാവിധ പദ്ധതികളും അവരുടെ കരങ്ങളിലുണ്ട്, നമ്മുടെ കയ്യെത്തും ദൂരത്തുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ മക്കളുടെ കയ്യില് വലിയൊരു കടാര കണ്ടാൽ, വലിയ പിന്നെ ഒരു മൂർച്ചയുള്ള വല്ല ആയുധങ്ങളും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എത്ര സൂക്ഷ്മതയോടുകൂടി വാങ്ങിവെക്കും. അതിനേക്കാൾ വലിയ പ്രഹരങ്ങൾ സൃഷ്ടിക്കുന്നതാണ് ഈ പറയപ്പെട്ട സംഗതി എന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു ഒഴിവ് കിട്ടുമ്പോൾ നമ്മുടെ മക്കൾ നശിക്കുവാനുള്ള എല്ലാവിധ സംവിധാനം ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ചൊരു ജാഗ്രത നമുക്കുണ്ടാകണം. അതുകൊണ്ട് ബോധപൂർവമായ ഒരു നിയന്ത്രണം നമ്മുടെ ഭാഗത്തുണ്ടാകണം. ബോധപൂർവമായ ഒരു നിയന്ത്രണം നമ്മുടെ ഭാഗത്തുണ്ടാകണം. 16 വയസ്സിന് താഴെയുള്ള ആളുകൾക്ക് ഒരു സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ട് വേണ്ട എന്നതാണ് നമ്മുടെ തീരുമാനം. അങ്ങനെ തീരുമാനിച്ച പിന്നെ രാജ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എത്ര നാൾ നമ്മൾ ആഗ്രഹിക്കുന്നത്? സഹോദരങ്ങളെ, അതിന്റെ ആദ്യപടി എന്ന നിലക്ക് നമ്മുടെ വീടകങ്ങളിൽ തുടങ്ങാൻ നമുക്ക് കഴിയണം. നിശ്ചിതമായ സമയങ്ങൾ മാത്രം അവർക്ക് കൊടുക്കാൻ നമുക്ക് കഴിയണം. ഇനി അവർ മൊബൈലുകൾ ഉപയോഗിക്കുകയാണ് എങ്കിലും നമ്മുടെ രക്ഷിതാക്കൾക്ക് തന്നെ ഇരുന്നിടത്തുന്നത് കൺട്രോൾ ചെയ്യാൻ അവരെന്തൊക്കെയാണ് കാണുന്നത്, നിശ്ചിത സമയം കഴിഞ്ഞാൽ ആ ആപ്പ് അത് പിന്നെ ഓട്ടോമാറ്റിക്കലി ആയിക്കൊണ്ട് അത് ക്ലോസ് ആകുന്ന, അത് നിന്നു പോകുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം. നിശ്ചിതമായ സമയങ്ങൾ അവർക്ക് ഇത് കൊടുക്കുക, ആവശ്യം കഴിഞ്ഞത് വാങ്ങി വെക്കുക. അങ്ങനെ നമ്മുടെ കൺട്രോളിൽ നമ്മുടെ മക്കൾ വളരട്ടെ. ഇല്ല എങ്കിൽ സുഹൃത്തുക്കളെ, നമ്മുടെ മക്കൾ നമ്മുടെ കൈകളിൽ നിന്ന് പോകുവാൻ വലിയ കാരണമാണ് ഇനി വരുന്ന സമയങ്ങൾ എന്ന് പറയണത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നിലവിളിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ സമയത്തെ ഏറ്റവും നന്നായിക്കൊണ്ട് ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. ശരി, ഇത് നമ്മൾ കൺട്രോൾ ചെയ്യുമ്പോൾ അവർക്കൊരു ബദൽ സംവിധാനം കൂടെ നമ്മൾ കാണിച്ചു കൊടുക്കണം. നമ്മളെല്ലാം വേണ്ട 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 എന്ന് പറയുന്നവരല്ല. അവർക്ക് വേണ്ടത് എന്ത് എന്ന് ശരിക്കും പഠിച്ച് അതവർക്ക് കൊടുക്കാൻ നമുക്ക് കഴിയണം അല്ലെ. അവർ അവരുടെ മാനസിക ശാരീരിക ഉല്ലാസത്തിന് അവർക്ക് കഴിയുന്ന സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെയാണ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അവർ പുറത്തു പോയി കളിക്കട്ടെ, കൂട്ടുകാരുമൊത്ത് കളിക്കട്ടെ അല്ലെ, അവർ പുസ്തകങ്ങൾ വായിക്കട്ടെ, ക്രിയാത്മകമായ കാര്യങ്ങൾ, ബുദ്ധിയും ചിന്തയും ഒക്കെ ഉണരുന്ന രൂപത്തിലുള്ള പല പല കളികളുണ്ട്, പല പല വിനോദങ്ങളുണ്ട്, പല പല മത്സരങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അതെല്ലാം അവർക്ക് കൊടുക്കാൻ നമുക്ക് കഴിയണം. അതിന് നമുക്ക് അത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടാകണം. നമ്മുടെ മക്കൾ ഇപ്പോൾ ഏത് പ്രായത്തിലുള്ളത്, അവനെ ഒന്ന് ക്രിയേറ്റീവായിട്ട് ക്രിയാത്മകമായി കൊണ്ട് ചിന്തിപ്പിക്കാൻ, ഈ സമയം അവന്റെ ഭാവിക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യണം എന്നൊന്നിരുന്ന് ചിന്തിക്കാൻ രക്ഷിതാക്കളെ നമുക്കും കഴിയണം. അതിനെപ്പറ്റിയൊന്ന് പഠിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ ഒരു ശരിക്ക് നമ്മുടെ മക്കളെ ഈ സമയം നല്ല നിലക്ക് ഉപയോഗപ്പെടുത്താൻ ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യണം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന്, നല്ലൊരു ഷെഡ്യൂൾ ഉണ്ടാക്കണം. സ്കൂളില്ല, ഇനി എപ്പോഴാണ് നീക്കേണ്ടത്? ഇനി നീക്കുമ്പോ നീക്കുക അല്ല. സ്കൂൾ ഉണ്ടായിരുന്നു, എപ്പോഴാണ് നീക്കേണ്ടത്? ഒരു സമയം ഉണ്ടായിരുന്നു. ഇപ്പോഴോ അതിന് സ്കൂളില്ലല്ലോ, ഇനി ഉറങ്ങിക്കോട്ടെ എന്നാണ് നമ്മളുടെ പച്ചക്കൊടി. അല്ല, അങ്ങനെ ആകരുത് എന്നാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോകരുത്. ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകരുത്. നമ്മൾ ഇരുന്ന് ഫാമിലി ഒരുമിച്ചിരുന്ന് ഈ പിന്നെന്താ പറയാ, ഈ ഒരു സമയത്ത്, ഒഴിവ് സമയത്ത് ഷെഡ്യൂൾ, സമയക്രമം നമ്മൾ ഉണ്ടാക്കണം. എപ്പോഴുണരണം,
എപ്പോൾ അവർക്ക് ഭക്ഷണം, എപ്പോൾ അവരെ ഏത് സമയം വരെ കളിക്കണം, ആ കളിയും ഈ ഒരു ഒഴിവ് സമയത്തിനുള്ളിൽ എല്ലാം അവർക്ക് കിട്ടണം. റെസ്റ്റ് കിട്ടണം, അവർക്ക് വിനോദങ്ങൾ നടക്കണം, അവരുടെ പഠനങ്ങൾ നടക്കണം, എല്ലാം നടക്കണം. എല്ലാത്തിനും പറ്റുന്ന രൂപത്തിലുള്ള നല്ലൊരു മനോഹരമായൊരു ഒരു പ്ലാൻ ഉണ്ടാക്കാൻ പറ്റണം. അത് ഇരുന്നാൽ നടക്കും. അത് ഫാമിലി ഒരുമിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. നമ്മളെ കുടുംബത്തിൽ എല്ലാവരും ഇരുന്ന് ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് അതൊരു വലിയ സംഭവമാക്കി കൊണ്ടുവന്ന് അങ്ങനെ ഇരിക്കാൻ സുഹൃത്തുക്കളെ നമുക്ക് കഴിയണം. മറ്റൊന്ന്, വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ മക്കൾക്ക് കൂടെ വിഭജിച്ചു കൊടുക്കണം. പലപ്പോഴും എന്താ ഉണ്ടാകാറിയോ, ഒരിക്കൽ ചമക്കേണ്ട ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ, ഒക്കെ കൊണ്ടേ കൊടുക്കലാണ്. എല്ലാം ചെയ്തു കൊടുക്കുക. അല്ല, അവർക്ക് കുറച്ച് ഡ്യൂട്ടി നമ്മൾ കൊടുക്കുക. അവരെ കൊണ്ട് കഴിയണത്, അത് ഓരോ പ്രായത്തിലുള്ള മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അത് നമ്മൾ ചെയ്ത് പഠിപ്പിക്കണം. മക്കൾക്ക് എപ്പോഴും ഉത്തരവാദിത്വം നമ്മൾ കൊടുക്കാൻ നമ്മൾക്ക് കഴിയണം. ഉത്തരവാദിത്വ ബോധമുള്ള മക്കളാക്കി കൊണ്ടുവരാൻ കഴിയണം. എന്തു പറഞ്ഞാലും വേഗം സ്നേഹപ്പുറത്ത് ചെയ്തു കൊടുക്കുന്നത് അത് സ്നേഹപ്രകടനമല്ല, അത് ആ കുട്ടിനെ നശിപ്പിക്കലാണ്. അല്ലേ, ഇന്നിട്ട് വേണം നാളെ കൊടുക്കുകയാണ്, എനിക്കത് വേണം വേഗം കൊണ്ടേ കൊടുക്കുകയാണ്. അല്ല, അങ്ങനെ കൊണ്ടുപോയി കൊടുത്താൽ അവനക്കതിന്റെ വിലയറിയില്ല. അതുകൊണ്ട് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യട്ടെ, ഒന്നുകൂടി മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങട്ടെ, അല്ലേ, അങ്ങനെ അവന്റെ ഒരു ആവശ്യമായിക്കൊണ്ട് മാറട്ടെ. അങ്ങനെ കൊണ്ടുപോയി കൊടുക്കാൻ കഴിയണം. ടാസ്കുകൾ കൊടുക്കാം, നിനക്കത് വേണം ഞാൻ തരാം, പക്ഷെ ഇന്നിന്റെ കാര്യങ്ങൾ ഈ ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി അവൻ ചെയ്യുമ്പോ അവന്റെ ഒരു അധ്വാനത്തിന്റെ ഫലമായിക്കൊണ്ട് കാര്യങ്ങൾ വരുമ്പോൾ അവനക്ക് അതിനൊരു വിലയുണ്ടാകും. അങ്ങനെ സുഹൃത്തുക്കളെ ചെറുപ്രായം മുതൽ തന്നെ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കാൻ നമുക്ക് കഴിയണം. ബോധപൂർവ്വം നമ്മൾ ചിന്തിക്കണം. നമ്മുടെ വീട്ടിലെ ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ, ഇപ്പൊ ചെറിയ മക്കളൊക്കെ ആണെങ്കിൽ ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ കൊടുത്താൽ മതിയാവും. ഒന്നുമില്ല, ഇപ്പൊ അവിടെ എന്തെങ്കിലും വീടടക്കണ്ടെങ്കിൽ ആ ഷെൽഫ് ഒന്ന് അടുക്കി വെക്കാനൊക്കെ ചെറിയ കുട്ടിക്കൊരു ഡ്യൂട്ടി ഉണ്ടാകുക, അല്ലെ? അല്ലെങ്കിൽ അനാവശ്യമായിക്കൊണ്ട് കറങ്ങുന്ന ഫാൻ ഉണ്ടെങ്കിൽ ഈ അത് ഓഫാക്കണം, എന്റെ ഡ്യൂട്ടി അതാണ് കേട്ടോ, അത് കൊടുത്താൽ മതി. അവനത് ചെയ്യും, അവളത് ചെയ്യും, അല്ലെ? അനാവശ്യമായിക്കൊണ്ട് എവിടെയെങ്കിലും ബൾബ് കത്തുന്നുണ്ടെങ്കിൽ അത് പോയി ഓഫാക്കുക, ഇതാണ് ഡ്യൂട്ടി. അത് ചെയ്തു വരുമ്പോ അവനൊന്ന് പ്രോത്സാഹിപ്പിക്കുക. ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുത്തു, അതൊന്നും നടക്കൂല എന്ന് നമ്മൾ തന്നെ നെഗറ്റീവ് അടിക്കാൻ പാടില്ല. എല്ലാം കഴിഞ്ഞു വരുമ്പോ എല്ലാം നടന്നോളൊന്നും ഉണ്ടാവില്ല. പക്ഷെ നടന്ന ഒരു 10 പ്ലാൻ ചെയ്തു, 4 നടന്നു, 6 ഒഴിവായി. ശരി, നടന്ന 4 അവരെ അഭിനന്ദിക്കാൻ നമുക്ക് കഴിയണം, പ്രോത്സാഹിപ്പിക്കാൻ കഴിയണം. എല്ലാം കഴിഞ്ഞ് വേനലവധിക്ക് കഴിയുമ്പോൾ ഒരു സമ്മാനമൊക്കെ പ്രഖ്യാപിക്കണം. ഇങ്ങനെ സുഹൃത്തുക്കളെ ഒന്ന് ക്രിയാത്മകമായി നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ അംഗത്വങ്ങളുടെ വലിപ്പവും മാനസികാവസ്ഥയൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു നല്ലൊരു ഷെഡ്യൂളും കൂടെ ഉണ്ടാക്കാൻ നമുക്ക് കഴിയണമെന്നാണ്. മറ്റൊന്ന്, ഈ ഒരു സമയം സുഹൃത്തുക്കളെ ബന്ധം ഊട്ടിയുറപ്പിക്കാൻ നമുക്ക് കഴിയണമെന്നാണ്. മക്കൾക്ക് സമയം കൊടുക്കാൻ കഴിയണം. മക്കൾ പലതും ആഗ്രഹിക്കുന്നുണ്ട്. അവർക്കിപ്പോ നമ്മുടെ ജീവിതത്തിലെ ബിസി, നമ്മുടെ ജീവിതത്തിലെ പ്രാരാബ്ദം, നമ്മൾ കുടുംബത്തിന് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഓടുന്ന ഓട്ടത്തിന്റെ കനവും ആഴവും പരപ്പൊന്നും അവർക്ക് തിരിയില്ല. അവരുടെ ഒരു ചെറിയ ലോകമുണ്ട്, ആ ലോകത്തേക്ക് ഇറങ്ങാൻ നമുക്ക് കഴിയണം. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മളെക്കാൾ ബിസി ഉണ്ടായിരുന്ന, നമ്മളെക്കാൾ തിരക്കുള്ള ആളായിരുന്നല്ലോ നമ്മുടെ റസൂൽ, അല്ലേ? സ്വഹാബാക്കളുടെ ഫത്വ വഹിക്കാൻ വേണ്ടി പോയപ്പോ അള്ളാഹ് റസൂൽ ഇരുന്നോടത്ത് കാണില്ല, എവിടെ? നിലത്താണുള്ളത്. എന്താ പരിപാടി? കുട്ടികളൊപ്പം ആന കളിക്കുക, അല്ലേ? കുട്ടികളെ പുറത്തു കയറ്റി കണ്ട് ആന കളിക്കുക. ആ സമയത്തെ പ്രവാചകന്റെ ഷെഡ്യൂൾ ആനകളിയാണ്. അലിച്ചോക്കിങ്ങള്, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവർക്കും സമയം കൊടുത്തു എന്നാണ്. നമ്മുടെ മക്കൾ ആഗ്രഹിക്കുന്നുണ്ട്, ഉപ്പിച്ചി ഒന്ന് കളിക്കാൻ വരുമോ, ഉമ്മിച്ചൊന്ന് കളിക്കാൻ വരുമോ എന്നാണ്. അവരിലേക്ക് ഇറങ്ങാൻ നമുക്ക് കഴിയണം, അവരെ ചേർത്തിരുത്താൻ നമുക്ക് കഴിയണം, അവരോട് സമയം സ്പെൻഡ് ചെയ്യാൻ നമുക്ക് കഴിയണം, അല്ലേ? പലപ്പോഴും ഈ രക്ഷിതാക്കൾക്ക് വന്നു പോകുന്നൊരു അബദ്ധമുണ്ട്. എന്തറിയോ? പെരുമാറ്റ വൈകല്യം നമ്മൾ പറയും. പെരുമാറ്റ വൈകല്യം നമ്മൾ പറയും, ഉണ്ടാകാൻ പാടില്ല. നമ്മൾ എപ്പോഴും ഒരു നെഗറ്റീവ് ആംഗിളിലാണ് പല ആളുകളും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനത് ചെയ്ത്, എന്തുകൊണ്ട് ചെയ്തില്ല, നമുക്ക് ഇങ്ങനെ ആക്കി കൂടാൻ, എങ്ങനെ ചെയ്യാം, അല്ലെ? ഇങ്ങനെ ഒരു വിമർശന രൂപത്തിലുള്ള ഒരു ശൈലി അതൊരിക്കലും പാടില്ല. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലിരുന്ന് ഒരു കുട്ടി ഇങ്ങനെ അതബില്ലാതെ ഭക്ഷണം കഴിക്കുകയാണ്. അതബില്ലാതെ ഭക്ഷണം കഴിക്കുകയാണ്. അവിടുന്ന് ഇവിടുന്നൊക്കെ വാരുന്നുണ്ട്. എന്ത് പണി കാട്ടുന്നല്ലോ ചോദിച്ചു. യാ ഗുലാം സമ്മില്ല, പൊന്റെ മോനെ ബിസ്മി ചൊല്ലണം കേട്ടോ. കുൽ ബിയമീനിക്, വലത് കൈ കൊണ്ട് കഴിച്ചോക്കാം. വക്കുൽ മിമ്മ യലിക്, അന്റെ അടുത്ത് നിന്നുള്ള ഭക്ഷണം കഴിച്ചോക്കാം. ആ സ്വഹാബി പറയുന്നുണ്ട്, ഞാൻ ഇന്ന് വരെ ആ അദബ് തെറ്റിച്ചിട്ടില്ല എന്നാണ്. ഞാൻ ഇന്ന് വരെ അദബ് തെറ്റിച്ചിട്ടില്ല എന്നാണ്. ഒരു പിതാവിന്റെ പേരിലെ സൂറത്ത് നമ്മൾ കണ്ടില്ലേ, സൂറത്ത് ലുഖ്മാൻ, അല്ലേ? ഒരു പിതാവ് മകൻ കൊടുക്കുന്ന ഉപദേശമാണ്.
എന്താ അതിലുള്ളത്? അതെങ്ങനെയാണ് ഏറ്റവും കനപ്പെട്ട ഉപദേശം കൊടുക്കുന്നത്. പക്ഷെ ആദ്യം വിളിക്കണ വിളിയോ യാ ബുനയ്യ എന്നാണ്, എന്റെ പൊന്നു മോനെ എന്നാണ്. ആ അഭിസംബോധന ശൈലി പോലും പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം. നമ്മളിങ്ങനെ ഷൗട്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ പവറാക്കിയിട്ടൊന്നൊരു കാര്യമില്ല, അതിലൊന്നും ഒരു റിസൾട്ട് ഉണ്ടാവില്ല. അവരെ ചേർത്ത് പിടിക്കുന്നു. എന്റെ നന്മക്ക് വേണ്ടിയിട്ടാണ് എന്റെ വാപ്പ, എന്റെ നന്മക്ക് വേണ്ടിയിട്ടാണ് എന്റെ വല്യപ്പ എന്നോടിത് പറയുന്നത് എന്ന് അവർക്ക് തോന്നണം. നമ്മുടെ സംസാരം കേട്ട് അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയണ മാന്യമായൊരു ശൈലി, അതാണ് നമ്മൾ കുട്ടികളോട് എന്നല്ല എല്ലാവരോടും എടുക്കേണ്ടത്. പെരുമാറ്റ രംഗത്തെ ശൈലി സുഹൃത്തുക്കളെ നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം. അഞ്ചാമത്തെ കാര്യം എന്താണെന്നറിയോ? നമ്മൾ മാതൃക കാണിക്കണമെന്നാണ്. കുട്ടികളുടെ മൊബൈലൊക്കെ നമ്മൾ എടുത്തുവെച്ചു, എന്നിട്ട് നമ്മൾ ഫുൾ ടൈം അതിലിങ്ങനെ തോണ്ടിക്കാണെന്നുണ്ടെങ്കിലോ പിന്നെ അത് ശരിയാവില്ല. നമ്മളാണ് മാതൃക. എല്ലാ നന്മകൾക്കും നമ്മളാണ് മാതൃക. ഒരു കുട്ടിക്ക് പറയാൻ കഴിയണം എന്റെ ഹീറോ എന്റെ വാപ്പയാണ്, എന്റെ ഹീറോ എന്റെ ഉമ്മയാണ്, പറയാൻ കഴിയണം അല്ലേ? നമ്മൾ ലിമിറ്റഡ് ആയിക്കൊണ്ട് ഉപയോഗിക്കുന്ന രൂപം കാണണം. എല്ലാത്തിനും ഒരു സമയമുണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കണമെന്നല്ല, അത് ഉപയോഗിക്കാൻ ഒരു സമയമുണ്ട്. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എടുക്കേണ്ട ഒരു സമയമുണ്ട്. അങ്ങനെ ഒരു എല്ലാത്തിനും ഒരു കൃത്യമായ സമയവും സന്ദർഭവും ഒരു അടുക്കും ചിട്ടയുമുള്ള ഒരു ജീവിതം നമ്മൾ കാണിച്ചു കൊടുക്കണം. അത് കേട്ട് നമ്മുടെ മക്കൾ വളരണം. അതേപോലെ തന്നെ സുഹൃത്തുക്കളെ, നമ്മുടെ മക്കളെ നമ്മൾ പഠിക്കാൻ വേണ്ടി പറഞ്ഞയച്ചിട്ടുണ്ടാവും. ഇവിടേക്ക് പിന്നെ മദ്രസയ്ക്ക് മറ്റൊക്കെ നമ്മൾ പറഞ്ഞയച്ചിട്ടുണ്ടാവും. അവർ കുറെ നന്മകൾ പിന്നെ ശേഖരിച്ചിട്ട് എനിക്ക് വരുന്നുണ്ടാകുക. ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ വലതു കൈ കൊണ്ട് കഴിക്കണം, ബിസ്മി ചൊല്ലണം, അല്ലേ? പല കാര്യങ്ങളും അവർ പഠിക്കും. ഇവിടെ വരുമ്പോഴോ വാപ്പ കാണുന്നത് ഇടത് കൈ കൊണ്ട് കുടിക്കുന്നതാണ്. കുട്ടി വാപ്പാനെ കാണുന്നത് ഇടത് കൈ കൊണ്ട് കുടിക്കണ വാപ്പാനാണ്, ബിസ്മി അല്ലാത്ത വാപ്പാനാണ്. പിന്നെ എങ്ങനെ ഇത് ജീവിതത്തിൽ പകരുക? ജമാഅത്തിന് കൃത്യമായി കൊണ്ട് പങ്കെടുക്കണമെന്നാണ് പിന്നെ വാപ്പ പിന്നെ മദ്രസയ്ക്ക് പറഞ്ഞ കുട്ടി കേട്ടത്. അസ്വലാത്തു ഖൈറും മിനന്നാം എന്ന് പറയുമ്പോൾ വാപ്പ കൂർക്കം വലിച്ച് കടന്നുറങ്ങാണ്. ജമാഅത്ത് എന്നുള്ളത് വാപ്പാന്റെ ഡിക്ഷണറിയിലില്ല. പിന്നെ കുട്ടിക്ക് എന്ത് സ്വാധീന സുഹൃത്തുക്കൾ ഉണ്ടാകുക? ഈ തിയറി പഠിച്ചുകൊണ്ടൊന്നും കുട്ടികൾ നന്നാവില്ല. കുട്ടികൾ ജീവിതം കൊണ്ട് പഠിക്കണം. ഏറ്റവും വലിയ ഗുരു അവന്റെ വാപ്പിമ്മ തന്നെയാണ്. ഉമ്മയുടെ മടിത്തട്ടാണ് ഒരു കുട്ടിയുടെ ഒന്നാമത്തെ മദ്രസ. നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. പെൺകുട്ടികൾ വളർന്നു വരുന്ന പെൺകുട്ടികളെ കുറിച്ച് നമ്മൾ ഇങ്ങനെ പറയാം, ഒരു അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റാണ് മറിച്ചത്. എന്താ ഇപ്പൊ കഥ? ഒരു അതവുമില്ല, എല്ലാം പ്രകടിപ്പിച്ചിട്ട് നടക്കണം. ഒക്കെ ശരിയാ. അമ്മേ, ആ കുട്ടിന്റെ അമ്മേ ആലോചിച്ച മതി അല്ലേ? മത്തം കുത്തിയ കുമ്പളം മുളക്കൂല, നമ്മൾ നല്ലോണം ആലോചിക്കണം. സാധാരണ പറയും ടാങ്കിലുള്ളത് ടാപ്പ് കൂടെ വരുള്ളൂ എന്നാണ്. ശരിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കുക. നാട്ടുകാർ മൊത്തം എന്തായാലും വേണ്ടില്ല, നമ്മുടെ മക്കൾക്ക് നമ്മളാണ് മാതൃക. അത് കാണിച്ചു കൊടുക്കാൻ കഴിയണം. ജമാഅത്തിന് നമ്മുടെ മക്കളെ പിടിച്ച് കൊണ്ടുപോകാൻ കഴിയണം. സുബഹിയുടെ മാധുര്യം, അതിന്റെ ഒരു റാഹത്ത് ചെറുപ്പം നമ്മുടെ മക്കൾ ശീലിക്കണം. പൊടുന്നനെ നമ്മൾ വിടവാങ്ങുമ്പോഴും അവൻ നടന്നു പോകുന്ന സുബഹി ജമാഅത്തിന്റെ കൂലി 6 അടി മണ്ണിലേക്ക് നമ്മളെ കാച്ചു വരും. നമ്മിലൂടെ നമ്മുടെ മക്കൾ നേടിയെടുത്ത എല്ലാ നന്മകളും എല്ലാ ആദാബുകളും അവർ അവരുടെ ജീവിതത്തിൽ പാലിക്കുന്നിടത്തോളം കാലം സഹോദര, അത് നമ്മുടെ ഖബറിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതൊക്കെ ഏറ്റവും നന്നായിക്കൊണ്ട് നമ്മുടെ മക്കളുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കാൻ കഴിയുന്ന വലിയ സമയത്താണ് നമ്മളുള്ളത്. ആ ബോധത്തോടുകൂടെ ജീവിക്കാൻ നമുക്ക് കഴിയണം. നമ്മളിലൂടെ കുടുംബ ബന്ധത്തിന്റെ മഹത്വം നമ്മുടെ മക്കൾ തിരിച്ചറിയണം. കുടുംബത്തെ എന്റെ ഉപ്പ ഇരുച്ചിറകുകളിൽ കൊണ്ടു നടക്കുന്ന ആ സുന്ദരമായ സംഭവങ്ങൾ കാണണം. അതല്ല വാപ്പ ഫുള്ളി ഈഗോന്റെ ആളാണ്. വാപ്പാന്റെ അനിയന് ചെറിയ കാര്യം പറയുമ്പോൾ വാപ്പ പിണങ്ങിയിട്ട് വർഷങ്ങളായി. ഇതാണ് അടുത്ത തലമുറ കണ്ടുവരുന്നത്. പിന്നെ ഇപ്പൊ എന്തിനൊക്കെ അടുത്ത തലമുറയുടെ കഥ നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ എല്ലാ നിലക്കും നമ്മുടെ മക്കൾക്ക് മാതൃകയായിക്കൊണ്ട് ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വസ്തഗ്ഫിറു മിൻ കുല്ലി ദംബ് ഇന്നഹു വൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സൂചിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, മക്കൾ നമ്മൾ കുറെ സമയം കൂടെ ഉണ്ടാകുമ്പോൾ പലതും അവർ ചെയ്തേക്കാം, പലതും അവർ പറഞ്ഞേക്കാം. കുട്ടിപ്രായമാണ്, പലതും നമ്മൾ ആഗ്രഹിക്കാത്ത പലതും ഒരു പക്ഷെ വന്നേക്കാം. ക്ഷമ നശിക്കുന്നതിന്റെ അവസാനത്തെ പോയിന്റിൽ ഒരിക്കലും നമ്മൾ നമ്മുടെ മക്കൾക്കെതിരെ ശപിച്ച് പറയരുതേ ഒന്നും. ലാ തദ്ഉ അലാ ഔലാദിക്കും. ചില ഉപ്പമാർ പിരാഗി പറയുന്നത് കാണാൻ പറ്റും.
ശാപത്തിന്റെ വാക്കുകൾ പറയുന്നത് കാണാൻ പറ്റും. അതൊരു വൈകാരികതയിൽ പറഞ്ഞു പോയതായിരിക്കും. പക്ഷെ ഒരു ഉമ്മാന്റെ വാക്ക്, ഒരു ഉപ്പാന്റെ വാക്ക് അത് ഗൗരവമുള്ളതാണ്. അത് ഗൗരവമുള്ളതാണ്. മക്കൾക്കെതിരെ ശപിക്കുന്ന ഒന്നും പറഞ്ഞു പോരുതേ സുഹൃത്തുക്കളെ. അവർക്ക് അനുകൂലമായി കിട്ടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു സ്വഭാവ ദൂഷ്യം ഉണ്ടെന്നെ കൂട്ടിക്കാളി പ്രാർത്ഥിക്കും. മാറ്റി കൊടുക്കാൻ വേണ്ടി കൊണ്ട് പ്രാർത്ഥിക്കും. അള്ളാഹുവോട് നിങ്ങൾ പറയും. നിങ്ങളുടെ പ്രാർത്ഥന മക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ്. അതല്ലാതെ അയച്ചൽക്കെതിരായിക്കൊണ്ട് സഹോദരങ്ങളെ ഒരിക്കലും ഒരു അറഫ് പോലും, ഒരു അക്ഷരം പോലും മിണ്ടരുത്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊന്നെന്തെന്നറിയോ, ഈ സമയത്ത് ഏറ്റവും നന്നായിക്കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് മതമൂല്യങ്ങൾ നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കാൻ ഈ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഒരു ഒഴിവ് കിട്ടുമ്പോഴും ആളുകൾ പലപ്പോഴും പിന്നെ അടുത്ത കോഴ്സിലേക്ക് മക്കളെ ചേർക്കണം. വേണ്ടെന്നല്ല പറഞ്ഞു, ഷോർട്ട് ടേം കോഴ്സിലേക്ക് നമുക്ക് ചേർക്കാം കുറച്ച് സമയം. അള്ളാഹ് റസൂൽ നമ്മളെ പഠിപ്പിക്കാണ്, അല്ലാഹുമ്മ തജ്അലി ദുനിയ അക്ബറ ഹമ്മിന. പ്രാർത്ഥിച്ചോളിന്നാ പറഞ്ഞു. എന്താ? പടച്ചോനെ, എന്റെ ഏറ്റവും വലിയ ലക്ഷ്യം ദുനിയാവാക്കരുതേ എന്നാണ്. എന്റെ ഏറ്റവും വലിയ ലക്ഷ്യം ദുനിയാവാക്കരുതേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിക്കപ്പെട്ടവരാ നമ്മൾ. ഒരു ചെറിയൊരു സമയം വീണ് കിട്ടുമ്പോൾ വീണ്ടും അടുത്തത്. ദീന് കേൾക്കേണ്ടതില്ല, ദീന് പഠിക്കാൻ ഒരു അവസരം നമ്മൾ കൊടുക്കണില്ല. സഹോദരങ്ങളെ, വിരൽ കടിക്കേണ്ടി വരും നമ്മൾ. എന്തൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ നമ്മൾ മക്കളെ ഈ നിലക്ക് ദുനിയാവ് മാത്രം കൊടുത്തു വളർത്തിയത്, അവർ നമുക്കെതിരാകും. പരലോകത്തെത്തുമ്പോൾ എന്തായാലും എതിരാകും. എന്റെ വാപ്പ, എന്റെ ഉമ്മ എനിക്കിത് പഠിപ്പിച്ചു തന്നില്ല റബ്ബേ. അവസരം ഉണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ പലതും, അപ്പോഴും എന്നെ നിർബന്ധിച്ചും കണ്ട് ഓരോ ക്യാമ്പിലേക്ക് മറ്റൊക്കെ പറഞ്ഞയച്ചു. ദീന് ഞങ്ങൾക്ക് പറഞ്ഞെന്നില്ല. എന്നെങ്ങാനും പരലോകത്തവർ നമുക്കെതിരെ ചൂണ്ടിയാൽ സഹോദര, വെളുക്കാൻ തേച്ചത് പാണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവും. ഒരു തിരിച്ചുവരവില്ല അപ്പോൾ. അതുകൊണ്ട് കേവലം ദുനിയാവും അങ്ങനെ കെട്ടിമറിയാതെ നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ട സാധനം കൊടുക്കാൻ നമുക്ക് കഴിയും. അതെന്താ അറിയുങ്ങള്? റഹ്മാനായ റബ്ബിനെ കുറിച്ചുള്ളൊരു തിരിച്ചറിവാണ്, ബോധാണ്. അതേ നമ്മുടെ കുട്ടികൾക്ക് ഉപകാരപ്പെടുള്ളൂ. അള്ളാനെ കുറിച്ചുള്ള ബോധം നട്ടു വളർത്തങ്ങൾക്ക് കഴിഞ്ഞോ, നിങ്ങളാണ് വിജയിച്ച മാതാവും പിതാവും. അതിന് സാഹചര്യങ്ങളുണ്ട് സുഹൃത്തുക്കളെ, ഒരുപാട് സാഹചര്യങ്ങൾ അൽഹംദുലില്ലാഹ് നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മുടെ മക്കൾക്ക് ചെറുപ്പം മുതൽ തന്നെ ആ ദീനിനനുസരിച്ച് ജീവിക്കാൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും അൽഹംദുലില്ലാഹ് നമ്മുടെ ചാരത്തുണ്ട്. ഒരുപാട് നന്മകളുണ്ട് അല്ലെ. ഇപ്പൊ സ്ഥിരമായി കൊണ്ട് നടക്കുന്ന ഒരുപാട് ദീനി പഠന സംരംഭങ്ങളുണ്ട്. അതിലേക്ക് നമ്മൾ ഒരുമിച്ചെത്തണം. ഖുർആൻ ക്ലാസുകൾ നമ്മുടെ പരിസരത്ത് നടക്കുന്നുണ്ട്, ഖുതുബകൾ വരുന്നുണ്ട് അല്ലെ. നമ്മൾ മാത്രം വരില്ല. ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടോ? അടുത്ത ജുമഅക്ക് നമ്മുടെ മക്കളെ കൂടെ കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. നമ്മുടെ ഭാര്യ ഇത് കേൾക്കണം. നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് കേൾക്കണം. എന്തിന്? ഒരുമിച്ച് സ്വർഗത്തിലേക്ക് പോകാൻ. അത് നമ്മുടെ വലിയ ലക്ഷ്യമായിക്കൊണ്ട് മാറണം. എല്ലാ ദീനീ സദസ്സുകളിലേക്കും പരമാവധി ഫാമിലിയൊത്തു വരിക, കുടുംബത്തോടുകൂടെ വരിക, എല്ലാവരും ഒരുമിച്ചിരുന്ന് ദീന് കേൾക്കുക. എന്തൊരു ബറക്കത്തുള്ള കുടുംബമായി കൊണ്ടുമാറും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊന്നെന്നറിയ സുഹൃത്തുക്കളെ, നമ്മുടെ മക്കളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മളെ മക്കളെ ഇങ്ങനെ റാഞ്ചി ഭരിക്കാൻ വേണ്ടി എല്ലാ പഠിച്ച പണി 18 നടത്തിക്കൊണ്ടിരിക്കുന്ന ചില ലോബികൾ നമ്മുടെ പിറകിലുണ്ട്. അടുത്തൊരു തലമുറയെ ഈ ദീനിൽ നിന്നും അകറ്റിക്കളഞ്ഞ് ഒരു മൂല്യങ്ങളുമില്ലാത്ത തീർത്തും വേസ്റ്റായ ഒരു തലമുറയാക്കാനുള്ള എല്ലാ കളികളും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ കാണാനും ചികിത്സിക്കാനും നമുക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ വലിയ വില നമ്മൾ കൊടുക്കേണ്ടി വരും. അതില്ലാതിരിക്കാനാണ് അൽഹംദുലില്ലാഹ് ഒരുപാട് സംരംഭങ്ങളും ഒരുപാട് അവധിക്കാല ക്യാമ്പുകളും ഒക്കെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ശാഖകളിൽ സിയാരി എന്ന് പറയുന്ന സംവിധാനം നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാ സുഹൃത്തുക്കളെ, അല്ലേ? മണ്ഡലം തലത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഇങ്ങനെ കാണും സമ്മറൈസ് മോറൽ സ്കൂൾ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തിനാത്? അത് ഈ പറയപ്പെട്ട കാര്യങ്ങൾക്ക് നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ചതിക്കുഴിയിലെ ഒന്നിൽ പോലും നമ്മുടെ മക്കൾ പോയി പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ നടത്തുന്നത്. അതല്ല അതിന്റെ പിന്നിൽ ഒരു ഭൗതിക ലാഭമില്ല സുഹൃത്തുക്കളെ, ഒരു ഭൗതിക ലാഭമില്ല. പറഞ്ഞയച്ച നമുക്ക് നന്ന്. ഇനി മണ്ഡലം തലങ്ങളിൽ വരുന്നു, ജില്ലാ തലങ്ങളിൽ ബ്ലിസ് പോലെ ചെറിയ മക്കൾക്ക് ബട്ടർഫ്ലൈസ് പോലെയുള്ള പ്രോഗ്രാമുകൾ വരുന്നു അല്ലേ. 2, 3, 4 ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന ക്യാമ്പുകൾ വരുന്നു. എന്തിനാണ് ഇപ്പൊ ഇതൊക്കെ? എന്തിനാണിതൊക്കെ? നമ്മുടെ മക്കളെ നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തെരഞ്ഞു പിടിച്ചോളി, അന്വേഷിച്ചോളി.
എവിടെയാണ് നമ്മുടെ മക്കളിൽ നന്മ നട്ടുവളർത്താൻ ആവശ്യമായ അത് കൊടുക്കുന്നവർ ആരാണെന്നൊന്ന് അന്വേഷിച്ച് ഇറങ്ങിക്കാളി. അപ്പൊ നിങ്ങളുടെ മുമ്പിൽ ചിലതൊക്കെ തെളിയും. അവിടെ നമ്മളെ മക്കളെ കൊണ്ടുപോയി ആക്കിക്കാളി. അത് നല്ലതാണ്. റബ്ബ് തൗഫീഖ് നൽകട്ടെ. മറ്റെന്താണെന്ന് അറിയോ സുഹൃത്തുക്കളെ, നമുക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാകണം. നമ്മുടെ മക്കളിൽ ഒരാളെയെങ്കിലും മതം ആഴത്തിൽ പഠിച്ച ഒരാളാക്കി മാറ്റണം എന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ടാകണം. നമുക്കോ അതൊന്നും കഴിഞ്ഞില്ല, നമ്മുടെ മക്കളെങ്കിലും ആ നിലക്ക് ഉയരട്ടെ എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയണം. അത് ആണാകട്ടെ പെണ്ണാകട്ടെ. സംരംഭങ്ങളുടെ സുഹൃത്തുക്കളെ, ഇപ്പൊ ജാമിഅൽ ഹിന്ദ് എന്ന് പറയുന്ന നമ്മുടെ മഹത്തായ സ്ഥാപനം, അതിന്റെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്, പേര് രജിസ്റ്റർ ചെയ്യേണ്ട സമയമാണ് അല്ലേ. നമ്മൾ വെറും ഭൗതികതക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുന്നതിനപ്പുറത്തേക്ക് ഒരു കുട്ടിയെങ്കിലും നമ്മുടെ കുടുംബത്തിന് ദീന് പഠിക്കട്ടെ, നമുക്ക് ഉപകാരപ്പെടും അല്ലേ. ഒരു കുട്ടിയെങ്കിലും വിശുദ്ധ ഖുർആൻ പരിപൂർണമായി കൊണ്ടും ഹിഫ്ള് ചെയ്ത് ഹാഫിളായി അവൻ മുഖേന നാളെ പരലോകത്ത് ആദരവിന്റെ കിരീടമണിയിക്കുന്ന സൗഭാഗ്യത്തിലേക്ക് എനിക്ക് എത്താൻ കഴിയണമെന്ന് പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പമാരെ തീരുമാനിക്കാൻ നമുക്ക് കഴിയണം. ഒരു കുട്ടിനെ ഹാഫിളാക്കുക എന്ന് പറഞ്ഞ എത്ര വലിയ തൗഫീഖാന്ന് ആലോചിച്ചോക്ക് നിങ്ങൾ. അവൻ ഓതുന്ന ഓരോ വരികളും നമുക്ക് കൂടെയുള്ളതാണ്. ആ നിലയിലേക്ക് ഉയരാൻ നമുക്ക് കഴിയണം. മഹാനായ ഇബ്നു ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, കാന സലഫ് ഇദാ നശഅ ലിഅഹദിഹിം വലദുൻ, ഒരു ആർക്ക് നമ്മുടെ മുൻഗാമികൾക്ക് ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ അവർ പറയുന്നതാണ് ശഗ്ലൂഹു ബിഹിഫ്ളിൽ ഖുർആൻ, അവർ ആ കുട്ടികൾക്ക് ഖുർആൻ മനഃപ്പാഠമാക്കുവാനുള്ള പണി കൊടുക്കുന്നതാണ് അല്ലെ, അവരതിൽ വ്യാപൃതരാക്കുന്നതാണ്. ഹദീസ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ കേൾക്കുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുന്നതാണ്. എന്തിനാ? ഫയസ്ബുതു ബിഹിൽ ഈമാനു ഫീ ഖൽബിഹി, ആ കുഞ്ഞിന്റെ മനസ്സിൽ, വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കളുടെ മനസ്സിൽ ഈമാൻ അത് സ്ഥിരപ്പെട്ട് നിൽക്കണമെങ്കിൽ വിശുദ്ധ ഖുർആനിന്റെ പ്രവാചകന്റെ ഹദീസിന്റെയും ഒക്കെ ആ ഒരു തലോടൽ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കണം എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ ദീന് പഠിക്കുന്ന സാഹചര്യം ഉണ്ടാകണം. എങ്കിൽ നാളെ പരലോകത്ത് സ്വർഗത്തിലേക്ക് ഒരുമിച്ച് കടക്കാൻ കഴിയുന്നതാണ്. നമ്മളെക്കാൾ ഉന്നതമായ പദവിയിൽ നമ്മുടെ മക്കളെത്തിയാലും ആ മക്കളുടെ കൂടെ സ്വർഗം പങ്കിടാൻ നമുക്ക് കഴിയുന്നതാണ് ഞാൻ ആമുഖമായി കൊണ്ട് ഓതിവെച്ച സൂറത്ത് തൂറിലെ 21 റഹ്മാനായ റബ്ബ് പറയണത്. അതുകൊണ്ട് സഹോദരങ്ങൾ, അതൊക്കെ ഒന്ന് കിനാവ് കണ്ടിട്ട് നമ്മൾ എന്തിനാണോ ഇവിടേക്ക് വന്നത് അതിനെക്കുറിച്ചൊന്ന് ശരിക്കും ആലോചിച്ച് റഹ്മാനായ റബ്ബ് നമുക്ക് ഇട്ടുതരുന്ന ഓരോ അവസരങ്ങളെയും ആ നിലക്ക് തന്നെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. റമളാൻ നമുക്കൊരു അവസരമായിരുന്നു, അതിന്റെ കുറെ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു, അത് നമുക്ക് കിട്ടി. ആ ലക്ഷ്യം നമുക്ക് നേടാൻ കഴിഞ്ഞ റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. ഇതാ അടുത്തൊരു സാഹചര്യം വന്നിരിക്കുന്നു, ഇതിലൂടെ ചില കാര്യങ്ങൾ നമുക്ക് നേടാനുണ്ട്, അത് നമുക്ക് നേടാൻ കഴിയണം. ഇങ്ങനെ ഓരോ സാഹചര്യവും ഓരോ സന്ദർഭവും നമുക്ക് നൽകുന്ന അവസരങ്ങളായി കണ്ട് അതിലെങ്ങനെ ഞാൻ അതിനെ ഉപയോഗപ്പെടുത്തണം എന്നൊക്കെ മനസ്സിലാക്കി ഒന്ന് പ്രാർത്ഥിച്ച് നല്ല ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി തിരിക്കുക. റഹ്മാനായ റബ്ബ് നമുക്കും നമ്മുടെ കുടുംബത്തിനും എല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കളെന്ന ഉത്തരവാദിത്വം ചില്ലറ കളിയല്ല, അത് ഏറ്റവും നന്നായി കൊണ്ട് വിനിയോഗിക്കുവാനുള്ള, ഏറ്റവും നന്നായി കൊണ്ട് അത് ആ ഒരു അമാനത്ത് നിർവഹിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, അറിഞ്ഞും അറിയാതെയും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകളും കുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ കടം കൊണ്ടും രോഗം കൊണ്ടും മറ്റു മാനസിക ശാരീരിക വെല്ലുവിളികളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, സഹോദരിമാരുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ മാറ്റിക്കൊടുക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയിട്ട് ഞങ്ങളുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബക്കാർ, ആദർശ ബന്ധുക്കൾ, ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആദർശ രംഗത്തെ സുഹൃത്തുക്കൾ, വിശ്വാസികൾ, അല്ലാഹുവേ, ആ നിലക്ക് പ്രയാസം അനുഭവിക്കുന്ന എല്ലാവരുടെയും പ്രയാസം മാറ്റി കൊടുക്കണമേ റബ്ബേ. മരണപ്പെട്ടു പോയ ആളുകളുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ. നാളെ അവരെയും ഞങ്ങളെ നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റബ്ബേ. കത്തിയാളും നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തണേ റബ്ബേ. സ്വർഗ്ഗ പൂങ്കാവനത്തിലേക്ക് ഒരിടം നൽകി അനുഗ്രഹിക്കണമേ നാഥാ. അല്ലാഹു ഗഫർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഅ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാത് യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.